Hello friends, welcome back to Sudhya Sisters. So this is a travel vlog. ഇത് തുടങ്ങിയത് തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ രാവണപ്രഭു റിലീസിന് കവിതാ തിയേറ്ററിൽ പോയി അർമാദിച്ചുകൊണ്ടാണ്. ഇത് നമ്മൾ കുറേ വർഷങ്ങളായി ആഗ്രഹിച്ച് അവസാനം പോയ ഒരു ട്രിപ്പാണ്. നമ്മൾ 6 ഫ്രണ്ട്സ് കൂടി പോയതാണ്. നമ്മൾ എറണാകുളത്ത് നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ട്രിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ബസ് ബുക്ക് ചെയ്താവട്ടെ, സ്റ്റേ ബുക്ക് ചെയ്താവട്ടെ എല്ലാം ചെയ്തു തന്നത് ട്രാവൽ ഏജൻസ് ടെറാപ്പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൽ ഏജൻസ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. നമ്മൾ രാവിലെ ഒരു 6 മണിക്കാണ് KSRTC ബസ്സിൽ മൂന്നാർ വരെയുള്ള KSRTC ബസ്സിലാണ് പോയത്. അതിൻ്റെ ബുക്കിങ്ങും എല്ലാം അവർ തന്നെയാണ് ചെയ്തു തന്നത്. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി. അവിടുന്ന് നമ്മളൊരു ജീപ്പിൽ നമ്മുടെ സ്റ്റേ സൂര്യനെല്ലിയിലാണ്. അവിടത്തേക്ക് നമ്മൾ ഈ ജീപ്പിൽ പോയി. ആ ഒരു മൂന്നാറിലെ ആ ഒരു റോഡ്, അടിപൊളി റോഡ്, അതിലൂടെയാണ് പോയത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ 6 പേര് ഒരുമിച്ചാണ് പഠിച്ചത്. ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ. അവിടെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ നടന്നില്ല ഗൈസ്. ഓരോ കാരണങ്ങൾ, ചിലപ്പോൾ ഒരാളുണ്ടാവില്ല, ഒരാൾക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മൾ ട്രിപ്പ് ഇങ്ങനെ മുടങ്ങിക്കൊണ്ടേയിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ പോയി. കുറേ സ്ഥലം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ലാസ്റ്റ് ഇതാണ് ഒരു സെറ്റായി വന്നത്. അങ്ങനെ നമ്മൾ പോകുന്നതിന് തലേ ദിവസം വരെ എന്തെങ്കിലും മുടക്കം സംഭവിക്കുന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഇല്ല. അങ്ങനെ നമ്മൾ സൂര്യനെല്ലിയിൽ വന്ന് ഇറങ്ങി. ഇതാണ് ഗൈസ് നമ്മൾ ഇറങ്ങിയ ആ സ്ഥലം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. ഒരു വാലി പോലെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ സ്റ്റേൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. സോ ആ വഴികളൊക്കെ അടിപൊളിയാണ്. ഇതിലേ കൂടിയാണ് നമ്മൾ നടന്നത്. നിങ്ങൾക്ക് കാണാം 2 സൈഡിലും കാർഡമമ്മിൻ്റെ പ്ലാന്റേഷനാണ്, എലൈച്ചി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതൊരു നല്ല ഭംഗിയുണ്ട് അതിൻ്റെ നടുവിലേ കൂടി നടക്കാൻ. സോ ദ ഹോൾ പ്ലേസ് ഈ ഒരു കാർഡമം പ്ലാന്റേഷൻ്റെ നടുവിലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ലൈച്ചി കാണിക്കാം. ഇത് ആ റൂട്ട് ആ ഒരു പ്ലേസിലാണ് വളരുന്നത്. സോ ദിസ് ഈസ് ദ പ്ലേസ് വെയർ വി സ്റ്റേഡ്. സൂഹു ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ടെൻറ്റ് സ്റ്റേ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ആർ ടെൻറ്റ്. നമ്മൾ 6 പേരാണ്. സോ 2 ടെൻറ്റാണ് ചൂസ് ചെയ്തത്. ഒരു ടെൻറ്റിൽ 3 പേര് വെച്ച്. നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇത് പറയുന്ന പോലെ ക്യാമ്പിംഗ്, ആ ഒരു ക്യാമ്പിംഗ് മോഡൽ തന്നെയാണ്. ഒരുപാട് ടെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു വെൽക്കം ഡ്രിങ്കും ടീയൊക്കെ കുടിച്ച് നമ്മൾ അതിനടുത്ത് തന്നെ ഇല്ല ഒരു 10 മിനിറ്റ് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഫാൻഡം ഹിൽസ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് പോയി. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ ആ ഒരു നൈറ്റ് വ്യൂ. അങ്ങനെ നമ്മൾ ട്രെക്ക് ചെയ്ത് തിരിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടം വരെ അത് കൊണ്ടുപോയതല്ലേ, അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് എല്ലാം തിന്നാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. സോ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ ഫുള്ള് എന്ത് പറഞ്ഞാലും ഡാൻസാണ്. സോ നമ്മൾ നല്ല രീതിയിൽ വൈബ് ചെയ്തു. സോ ഇത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ക്യാമ്പിങ്ങിന്. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയാക്കി. അപ്പോഴാണ് അവർ പറഞ്ഞത് ഫയർ ഡാൻസ് ഉണ്ടെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഈ ചേട്ടൻ അടിപൊളിയാണ് ഗൈസ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് പോസിബിൾ. ഏട്ടൻ ഫയർ ഇങ്ങനെ ബോഡിയിലൂടെയൊക്കെ ഇങ്ങനെ ഇതാക്കുന്നു, പിന്നെ വായിലൊക്കെ ഇടുന്നു. എന്താ ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് ലൈക്ക് ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മളിതൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു ഗൈസ്. നിങ്ങളും കുറച്ച് ടൈം കണ്ടോളൂ. ഇനിയാണ് ഗൈസ് കോമഡി. നമ്മുടെ ഒരാൾ ഓഡിയൻസിൽ നിന്ന് ഒരാളെ ചേട്ടൻ വിളിച്ചു. അങ്ങനെ അനഘ പോയി. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. ലാസ്റ്റ് അയാൾ അനഘയോട് പറഞ്ഞു ഇങ്ങനെ ബോഡിയിലെ കൂടി ഇങ്ങനെ ആ പന്ത് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഇവള് ഡയറക്റ്റ് അയാളുടെ താടിയിലേക്കാണ് കൊണ്ടുപോയത്. ഇങ്ങനെ താടി കരിഞ്ഞു ഗൈസ് ചെറുങ്ങനെ. ബട്ട് ഇറ്റ് വാസ് ഫണ്ണി ഗൈസ്. അങ്ങനെ അടിപൊളിയായിരുന്നു. ചേട്ടൻ വാസ് സൂപ്പർ. അത് കഴിഞ്ഞ് വീണ്ടും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അത് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയായി. ഫുഡിനെ കുറിച്ച് പറഞ്ഞാൽ മതിയാവും. ലൈക്ക്
സാധാരണ ട്രിപ്പൊക്കെ പോകുമ്പോൾ വയറ് കേടാവുന്ന സീനൊക്കെ ഉണ്ട്. ബട്ട് ഇത് അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ നല്ല ഹോംലി ആയിട്ടുള്ള വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള ആ രീതിയിൽ നല്ല ഫുഡായിരുന്നു. ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ 3:30 ആകുമ്പോഴത്തേക്ക് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീപ്പ് വരും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക്. അവിടുന്ന് ഇങ്ങനെ ആറാളായിട്ട് അവിടത്തേക്ക് കൊളുക്കുമലയിലേക്ക് കൊണ്ടുപോകുന്നതാണ് സംഭവം. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് എല്ലാവരും റെഡിയായി. ഫ്രോക്കാണ് എല്ലാവരും ഇട്ടിട്ടുണ്ടായത്. അതിൻ്റേതായ തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 ഹവറിൽ അധികം ഉണ്ടായിരുന്നു ആ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തി ഗൈസ്. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമില്ല, അവിടെ നിറയെ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് പാടാണ്. എന്നാലും ഓ മൈ ഗോഡ്, ദ പ്ലേസ് വാസ് ലൈക്ക് അവിടുത്തെ ക്ലൈമറ്റ് ആയാലും ആ വ്യൂ ആയാലും എല്ലാം അടിപൊളിയാണ്. നമുക്ക് അവിടുന്ന് തിരിച്ച് പോരാനേ തോന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഫുള്ള് മഞ്ഞ് മൂടി കോട ഇങ്ങനെ മൂടിക്കിടക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ഇങ്ങനെ സണ്ണ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് കാണാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു വാലി പോലെയാണ്. ഇപ്പം മലയൊക്കെ ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ വാലിയും ആ വാലിയിൽ ഇനി ഇങ്ങനെ ക്ലൗഡ് ബെഡ്സ് ഇങ്ങനെ ഫോം ആവും. ഒരു കാണേണ്ട കാഴ്ചയാണ് ഗൈസ്. ദിസ് ഇസ് ലൈക്ക് എ മസ്റ്റ് വ്യൂ. ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മൾ ഹെവനിലും എവിടെയോ എത്തിയ പോലെയാണ്. വി ക്യാൻ ബിലീവ് ദറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. അപ്പോൾ അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ മഞ്ഞൊക്കെ കുറച്ച് മാറി തുടങ്ങിയപ്പോൾ ഈ ഹിൽസൊക്കെ നല്ല രീതിയിൽ വിസിബിളായി. അങ്ങനെ നമ്മളോട് ഒരു 7 മണിയാകുമ്പോൾ തിരിച്ചു പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീപ്പിനടുത്തേക്ക്. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട്. പിന്നെ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോരാനേ തോന്നില്ല. അത്രയും ആ ഒരു ക്ലൈമറ്റ് ആയാലും വൈബ് വാസ് സോ ഗുഡ്. അങ്ങനെ നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. നടക്കാൻ അത്രയേ ഉള്ളൂ ഗൈസ്, ഒരു 5 മിനിറ്റേ ഉള്ളൂ. അതുവരെ നമ്മൾ ജീപ്പ് തന്നെ കൊണ്ടുവിടും. ഒരു 100ഓളം ജീപ്പ് ഉണ്ട് അവിടെ. അതിന് നമ്മുടെ ജീപ്പ് കണ്ടുപിടിക്കാനും പാടായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം ഡ്രൈവർ ചേട്ടനെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. എങ്ങനെയാണ് ഇവരിതിലെ വണ്ടി ഓടിക്കുന്നത് എനിക്കറിയില്ല. ഫുൾ ഓഫ് ഇങ്ങനെ മുട്ടം കല്ലുകളാണ്. എന്നാലും ചേട്ടൻ സൂപ്പറാണ്. നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ഇതൊന്നും ഈ വ്യൂ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് വ്യൂ ഇസ് ലൈക്ക് റിയലി ഓസം. ആ ഒരു ടീ പ്ലാന്റേഷനും അതിൻ്റെ ആ ഒരു ബെഡിങ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി തരാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ടീ പ്ലാന്റിൻ്റെ ഇടയിലേക്ക് പോയി ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. സോ ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. ഇതാണ് നമ്മുടെ ടെൻറ്റ്. സോ ഇതിലിങ്ങനെ നല്ല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. കൊതുകിൻ്റെ വലയൊക്കെ ഉണ്ട്. ഉറങ്ങാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് ചെറുതാന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 ആൾക്കൊക്കെ കിടക്കാം. പക്ഷേ പെർ ടെൻറ്റിൽ അവർ 3 ആളെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഗൈസ്. സോ ഇതൊരു നേച്ചറിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആ ഒരു ഫീലാണ്. നല്ല മഴയുണ്ടായിരുന്നു തലേദിവസം, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് അവരുടെ ഓഫീസ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ തരുന്ന സ്ഥലം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർഡമം പ്ലാന്റേഷൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം. ഇതൊരു വേറെ തന്നെ ബിൽഡിംഗ് ഒന്നും തോന്നില്ല. ലൈക്ക് വി ആർ സ്റ്റേയിങ് ഇൻ ബിറ്റ്വീൻ നേച്ചർ, അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. ദിസ് ഈസ് ദ ഹോൾ പ്ലേസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 12 മണിയാകുമ്പോൾ ഇറങ്ങി. ദിസ് ഈസ് ചിന്നക്കനാൽ വാട്ടർഫോൾ. നമ്മൾ തിരിച്ചു പോരുമ്പോൾ കണ്ടതാണ്. നമ്മളവിടെ ജീപ്പ് ഇറങ്ങി. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് കോണും പിന്നെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് തിരിച്ചു വരുമ്പോൾ ഗൈസ് നമ്മൾ ജീപ്പ് നോക്കി പക്ഷെ കിട്ടിയില്ല. നമ്മൾ ബസ്സിന് കയറിയിട്ടാണ് വന്നത്. അതും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളിങ്ങനെ ഒരു ബസ്സിന് കൈ കാണിക്കുന്നു, അത് കയറുന്നു. അങ്ങനെ 3 വരെ നമ്മൾ ബസ്സിന് വന്നു. പിന്നെ നമ്മുടെ തിരിച്ചു വരാനുള്ള മിന്നൽ ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 8 മണിക്കാണ്. സോ അതുവരെ നമ്മൾ ഫ്രീ ആയിരുന്നു. അങ്ങനെ നമ്മൾ ടീ മ്യൂസിയത്തിൽ പോയി. അവിടെ ഇങ്ങനെ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന, പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് കംപ്രഷൻ, പ്രസ്സിങ്, അതൊക്കെ അവർ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ മസാല ടീ, ഗ്രീൻ ടീ, അതിൻ്റെയൊക്കെ ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു. പിന്നെ ഒരു ഡോക്യുമെൻ്ററിയും കാണിച്ചു തന്നിരുന്നു, എങ്ങനെയാണ് ഈ മൂന്നാർ അവർ കണ്ടുപിടിച്ചത് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ റെയിൻബോയും കണ്ടു. നല്ല വലിയ റെയിൻബോ ആയിരുന്നു. പിന്നെ നമുക്ക് സമയം ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. ഇവിടെ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം പോയത്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഇത് അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 7 മണിയാകുമ്പോൾ മൂന്നാറേക്ക് എത്തി. അവിടെ നിന്നാണ് നമ്മുടെ മിന്നൽ ബസ് ഉണ്ടായത്. അതിൽ കയറി ഒരു 11:30 ആകുമ്പോൾ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി ഗൈസ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അടിപൊളി ട്രിപ്പായിരുന്നു. സോ കൊഴുക്കുമലയിൽ പോകാത്തവരെല്ലാവരും മസ്റ്റായിട്ട് പോകണം. ദാറ്റ്സ് ഓൾ. ബൈ ബൈ. ലവ്.